നമ്മൾ ജീവിക്കുന്നത് ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിലാണ്. അവിടെ ഒരു ഹോഴ്സ് റേസ് നടക്കുന്ന പോലെ ജീവിതത്തിൽ ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങൾ വരും. അത് പലതരത്തിൽ ഓരോ കാലഘട്ടത്തിന് അനുസൃതമായിട്ടായിരിക്കും. റിയൽ എസ്റ്റേറ്റ് ആവാം, FD ആവാം, ഷെയർ മാർക്കറ്റ് ആവാം, മ്യൂച്വൽ ഫണ്ട് ആവാം. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വളർച്ച നേടിത്തരാൻ സാധ്യതയുള്ള ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്, അല്ലെങ്കിൽ പുതിയ ആശയമാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. തീർച്ചയായിട്ടും നമ്മൾ സാമ്പത്തിക മേഖല ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പഠിക്കേണ്ടതുണ്ട്. ഒരു കുതിര മത്സരം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഏത് കുതിരയാണ് മത്സരത്തിൽ വിജയിക്കുക. പക്ഷെ അതിന് നമ്മൾ ആ ഓരോ കുതിരയെ കുറിച്ചുള്ള പ്രീവിയസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇന്ന കുതിരയ്ക്കാണ് സാധ്യത, അതിന്റെ വേഗത ഇത്രയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇതുപോലുള്ള ഒരു മത്സരം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ള ഒരു അസറ്റ് ഏതായിരിക്കും? നമുക്ക് ഒരു ഇൻവെസ്റ്റർക്ക് ലാഭം നേടിക്കൊടുത്തിട്ടുള്ള ഒരു അസറ്റ് ഏതായിരിക്കും? തീർച്ചയായിട്ടും ഇന്ന് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ നൽകിയിട്ടുള്ള ഒരു അസറ്റാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു അസറ്റ്. തുടക്ക കാലഘട്ടത്തിൽ അത് 45 പൈസയിൽ നിന്ന് ആരംഭിച്ചു. ഇന്നത് ഏകദേശം 1.25 കോടി വരെ, അല്ലെങ്കിൽ 1,14 ലക്ഷം വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ എത്ര മടങ്ങാണ് ഗ്രോത്ത്? നിങ്ങളൊന്ന് ആലോചിക്കുക. 1,14 ലക്ഷം മടങ്ങ് ലാഭം നേടിക്കൊടുത്ത മറ്റെന്തെങ്കിലും വസ്തു, ഗോൾഡ് ആവട്ടെ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, മ്യൂച്വൽ ഫണ്ട് ആവട്ടെ, ഇൻഷുറൻസ് ആവട്ടെ, നിങ്ങളെ പരിശോധിക്കുക. ഇത്രമാത്രം ലാഭം നേടിക്കൊടുത്ത മറ്റെന്ത് ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ എന്ത് അസറ്റാണ് ഈ ലോകത്തുണ്ടായിട്ടുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റപ്പെട്ട സംഭവമായിട്ട് തോന്നാം. അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഇവിടെ അടുത്ത ഈ ടെക്നോളജികളുടെ പ്രൊഡക്റ്റുകളും ഇതുപോലെ തന്നെ ലാഭം കൊടുത്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ എതേറിയം എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ അസറ്റ് 4 ലക്ഷം രൂപയോളം, അല്ലെങ്കിൽ 4 ലക്ഷം മടങ്ങോളം ലാഭം നേടിക്കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന മറ്റൊരു ബ്ലോക്ക് ചെയിൻ പ്രൊജക്റ്റ് ആണ് BNB. അവരും ഇതുപോലെ തന്നെ ഏകദേശം $1,356, അഥവാ 1.25 ലക്ഷം മടങ്ങ് ലാഭം നേടിക്കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് കിടക്കുമ്പോൾ, നമ്മളൊരു ഭൂമി വാങ്ങുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ പ്രൊജക്റ്റുകളാണ് വരാൻ സാധ്യത, എത്ര ലാഭം കിട്ടും എന്ന് പരിശോധിച്ചിട്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇനിയും വളരെ ഇന്റലിജന്റ് ആയിട്ട്, വയസ്സായി പഠിച്ച് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് വരേണ്ടത്. ഓക്കെ. ഇനി ക്രിപ്റ്റോ കറൻസിയുടെ മേഖല മാത്രമല്ല, ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ബ്ലോക്ക് ചെയിൻ മേഖലയിലെ അല്ലെങ്കിൽ Web3 മറ്റ് പ്രോഡക്റ്റുകളും ഇതുപോലെ ലാഭം നേടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ച ബിറ്റ്കോയിനേക്കാളൊക്കെ വളരെ കൂടുതൽ ലാഭം നേടിക്കൊടുത്ത NFT-കളും, അതല്ലെങ്കിൽ Dream11 പോലുള്ള ഗെയിമിംഗ് ഇൻഡസ്ട്രിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കാണിക്കാറുണ്ട്. എറണാകുളത്തുള്ള കൊച്ചു പയ്യന്റെ വീഡിയോസ്. കേവലം കൊച്ചുകുട്ടികൾ ഗെയിം കളിക്കുന്ന വഴക്കുണ്ടാക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് 3,000-4,000 കോടി ടേൺ ഓവറാണ് അവരുണ്ടാക്കുന്നത്. ഓക്കെ. എന്നാൽ ഇപ്പൊ നമ്മൾ സംസാരിച്ച ഈ എല്ലാ നൂതന ബിസിനസ് സംരംഭങ്ങളെയും സാധ്യതകളെയും ഒരേപോലെ ഒരു ഒറ്റ കുടക്കീഴിൽ കോർത്തിണങ്ങിയിട്ടുള്ള ക്ലബ് മോസ് എന്ന ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റത്തെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. ഇതിന്റെ ആധികാരികമായിട്ടുള്ള ഡെഫിനേഷനിലേക്ക് ഒന്നും പോകുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകും. ഒരു ബ്ലോക്ക് ചെയിനിൽ എന്തൊക്കെ ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് അതിന്റെ സാധ്യതകൾ എന്ന് ചോദിച്ചാൽ, അവിടെ നമുക്ക് ഇനി വരുന്ന കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്റ്റുകൾ തയ്യാറാക്കാം. ഒരുപക്ഷെ ഞാനൊരു സുഹൃത്തിന്റെ ഭൂമി വാങ്ങുകയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ബിൽഡിങ്ങിന്റെ റൂം വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഞാൻ വ്യക്തിയിൽ നിന്ന് പണം കടം വാങ്ങുകയാണെങ്കിൽ, അതൊക്കെ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ബ്ലോക്ക് ചെയിനിൽ ടോക്കണുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഇത് മാത്രമല്ല, NFT മാർക്കറ്റ് പ്ലേസും, അതുപോലെ ഗെയിമിംഗ് ഇൻഡസ്ട്രിയും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും, മെറ്റാവേഴ്സും ഒക്കെ നമുക്ക് ഈ ബ്ലോക്ക് ചെയിനിൽ എനേബിൾ ആയിട്ടുള്ള സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റമാണ് ക്ലബ് മോസ്. ഓക്കെ. ഇനി ഇവിടെ എന്താണ് സവിശേഷത? ഏതൊരു ബ്ലോക്ക് ചെയിനും അതിൻ്റെതായ യുണീക്നെസ് ഉണ്ടാവും. നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ക്രോസ് ബ്ലോക്ക് ചെയിൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ക്രോസ് ബ്ലോക്ക് ചെയിൻ ആയിട്ടാണ് നമുക്കുള്ളത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഡിജിറ്റൽ അസറ്റ് വ്യത്യസ്തമായിട്ടുള്ള ബ്ലോക്ക് ചെയിനിലായിട്ടാണ് ഉണ്ടാവുക. ഒരു ബ്ലോക്ക് ചെയിനിലെ അസറ്റിനെ നമുക്ക് മറ്റൊരു ബ്ലോക്ക് ചെയിനിലേക്ക് അയക്കാൻ ഇന്ന് അതിനുള്ള ഒരു സാധ്യത. ഒരു ഉദാഹരണത്തിന്, കഴിഞ്ഞ ഒരു 20 വർഷം മുൻപ് നമുക്കൊക്കെ വ്യത്യസ്ത ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടാവും. എൻ്റെ അക്കൗണ്ട് SBI-യിലാണ്, എൻ്റെ സുഹൃത്തിൻ്റെ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണെങ്കിൽ എനിക്കൊരിക്കലും SBI-യിൽ നിന്ന് നേരിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അയക്കാൻ പറ്റില്ലായിരുന്നു.
ഇന്ന് നമ്മൾ കാണുന്ന കോർ ബാങ്കിങ്ങും NEFT-യും RTGS ഒക്കെ വന്നപ്പോൾ നമുക്ക് നമ്മളുടെ ബ്രാഞ്ചിൽ നിന്ന് തന്നെ മറ്റൊരു ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് പണം അയക്കാനുള്ള സംവിധാനം വന്നു. ഇതുപോലൊരു ടെക്നോളജിയാണ് ഈ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ ബ്ലോക്ക് ചെയിൻ മേഖലയിൽ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ക്ലബ് മോസ് നമുക്ക് മുമ്പിലേക്ക് വെക്കുന്ന ആശയം. തീർച്ചയായിട്ടും ഇന്ന് ലോകത്ത് വിജയിച്ചു നിൽക്കുന്ന ഏറ്റവും 10 ടോപ്പ് മോസ്റ്റ് ബ്ലോക്ക് ചെയിൻ പ്രൊജക്ടുകൾക്കൊപ്പം നിൽക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ബ്ലോക്ക് ചെയിൻ പ്രൊജക്ട് ആണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് ക്ലബ് മോസ്. ഓക്കെ, ഇവിടെ ഇത് മാത്രമല്ല, ക്ലബ് മോസിൽ നമുക്ക് ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോർ പരിശോധിക്കാൻ പറ്റും. സ്വാപ്പ് സിസ്റ്റം എനേബിൾ ആണ്. ഒപ്പം നമുക്ക് ഇന്ന് മറ്റാരും വിഭാവനം ചെയ്യാൻ സാധിക്കാതിരുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്കും ട്രൈ ചെയ്യാൻ പറ്റാതിരുന്ന ക്രിപ്റ്റോ പേയ്മെന്റ് ഗേറ്റ് വേ കൂടി നമുക്കിവിടെ എനേബിൾ ആയിരിക്കണം. നമുക്കറിയാം ഓരോ രാജ്യത്തിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള പേയ്മെന്റ് ഗേറ്റ് വേ, ഗൂഗിൾ പേ, ഫോൺ പേ പോലെ ഇന്ത്യക്കകത്തുണ്ട്. ഇന്റർനാഷണലി പോകുമ്പോഴേ നമുക്കറിയാം പേപ്പാൽ, ലിബർട്ടി, അതല്ലെങ്കിൽ പെർഫെക്റ്റ് മണി പോലുള്ള നിരവധിയായിട്ടുള്ള ഇന്റർനാഷണൽ പേയ്മെന്റ് ഗേറ്റ് വേ ഉണ്ട്. ഇതുപോലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ ക്രിപ്റ്റോ അസറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് ഗേറ്റ് വേ ആണ് ഇവരുടെ മറ്റൊരു യൂണിക്നെസ്. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ ക്രിയേറ്റ് ആയിട്ടുള്ള ഇവരുടെ നേറ്റീവ് കറൻസി, ഓരോ ബ്ലോക്ക് ചെയിൻ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ നേറ്റീവ് കറൻസി, അതായിരിക്കും അതിന്റെ ഗ്യാസ് ഫീ ആയിട്ടും കമ്മീഷനായിട്ടും മറ്റു കാര്യങ്ങൾ പരിഗണിക്കുന്നത്. അപ്പം ഈ എക്കോസിസ്റ്റത്തിന്റെ പൂർണ്ണ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന, വിനിമയം ചെയ്യുന്ന കോയിനാണ് മോസ്കോയിൻ. തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയിൻ ഉണ്ടെങ്കിൽ ആ കോയിനെ നമ്മൾ പറയുക കോയിൻ എന്നാണ്. സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിൻ ഇല്ലാത്തവരെ നമ്മൾ ടോക്കൺ എന്ന് വിളിക്കും. ഓക്കെ, ഒരു ബ്ലോക്ക് ചെയിൻ ആണെങ്കിൽ മാത്രമേ ആ ബ്ലോക്ക് ചെയിനകത്ത് മറ്റ് ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നമുക്ക് USD-MOS എന്ന് പറയുന്ന ഒരു ടോക്കൺ ഉണ്ട്, അതുപോലെ TIA ടോക്കൺ ഉണ്ട്, ഒപ്പം ഡോജുവിൻസ് എന്ന് പറയുന്ന ഒരു മലേഷ്യൻ ലോട്ടറി സംവിധാനത്തിന്റെ ടോക്കൺ ഉണ്ട്. അപ്പം ഓൾറെഡി നമുക്ക് നമ്മുടെ സ്വന്തം നേറ്റീവ് കറൻസി ഉണ്ട്. മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ ബ്ലോക്ക് ചെയിന് നിലവിൽ നമുക്ക് 3 ടോക്കണുകൾ കൂടി ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ എക്സ്പ്ലോററിലൂടെ ഒന്ന് പരിശോധിക്കാം. ഇത് ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോറർ ആണ്. നമുക്കറിയാം ട്രോൺ സ്കാൻ എന്ന് പറയുന്ന പോലെ, BC സ്കാൻ എന്ന് പറയുന്നത് പോലെ ഈ എക്സ്പ്ലോറിൽ moscan.com എന്നുള്ള എക്സ്പ്ലോറിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിന്റെ മുഴുവൻ ഫീച്ചറുകളും നമുക്ക് പരിശോധിക്കാം. അപ്പോ നിങ്ങളോട് ആരെങ്കിലും ബിസിനസ് പറഞ്ഞു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല, നിങ്ങൾ പഠിച്ചിട്ടാണ് അതിലേക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ നമുക്ക് എത്ര ട്രാൻസാക്ഷൻ നടന്നു, എത്ര ബ്ലോക്കുകളുണ്ട്, അതിൽ എത്ര നോഡുകളുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് പിന്നീട് എടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിവിടെ 3 ടോക്കണുകളുണ്ട്. നമ്മുടെ മോസ് കോയിൻ കൂടാതെ ടോക്കണുകൾ, അത് സ്വന്തം ബ്ലോക്ക് ചെയിനിലല്ലാത്തവ. ഇവിടെ നമുക്ക് ആ 3 ടോക്കൺ ഏതാണ്, അതിന്റെ കോൺട്രാക്ട് അഡ്രസ്സും, നിലവിൽ 100 പ്രൊജക്ടുകളാണ് ഇവിടെ വരാൻ പോകുന്നത്. നമുക്കിപ്പം 4, 5, 10 പ്രൊജക്ട് വരുമ്പോൾ തന്നെ പല ബ്ലോക്ക് ചെയിനുകളുടെയും ഗ്രോത്തും അവരുടെ ടേൺ ഓവറുകളും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്താണ്. ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച പോളിഗോൺ കേവലം 2-3 വർഷം കൊണ്ട് ഇന്ന് അവരുടെ അസറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം കോടി രൂപയോളമാണ്. കമ്പനി അത്രമാത്രം ആസ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏകദേശം 45 വർഷം എടുത്തു. അങ്ങനെയെങ്കിൽ കേവലം ഒരു സെക്കൻഡിൽ 7 ട്രാൻസാക്ഷൻ മാത്രം സാധിക്കുന്ന ബിറ്റ്കോയിൻ ഇന്നെത്തി നിൽക്കുന്നത് 1,14,00,000 രൂപയാണെങ്കിൽ ഇവിടെ നമ്മുടെ ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 10,000 ആണ് പെർ സെക്കൻഡ്. രണ്ടാം സ്ഥാനത്ത് എത്തേറിയത്തിന്റെ ട്രാൻസാക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത് 1,200 ആണ്. അപ്പം ഈ ബ്ലോക്ക് ചെയിൻ സാധ്യത നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, വിലയിരുത്തുക. ഇനി ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നറിയാൻ നമുക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ട. ഇവിടെ നമുക്ക് ടെക്നോളജിയുടെ സഹായത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഇന്നിപ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും ആശ്രയിക്കാവുന്നവയാണ് ChatGPT. ഓക്കെ, ChatGPT നമുക്ക് ക്ലബ് മോസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലബ് മോസ് ബ്ലോക്ക് ചെയിൻ, അതിനുശേഷം സെർച്ച് കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന മറുപടി നിങ്ങൾ നോക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെക്നോളജിയുടെ ലോകത്തും ഇതുപോലെ തന്നെ മത്സരമാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു റിസൾട്ട് കാണിച്ചു തരുമ്പോൾ അത് തെറ്റാണെങ്കിൽ അതോടുകൂടി ആ AI ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വാനിഷ് ആവും. അതിനകത്ത് ക്ലബ് മോസ് എന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ആണെന്ന് ഇവിടെ ഈ AI പറയുമ്പോൾ അത് തെറ്റാണെങ്കിൽ അതോടുകൂടി ഈ AIക്ക് നാളെ ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ മത്സരത്തിന്റെ ലോകമായതുകൊണ്ട് തന്നെ ChatGPT ആവട്ടെ, അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റി ആവട്ടെ, ജെമിനി ആവട്ടെ, നമുക്ക് തരുന്ന റിസൾട്ടുകൾ പെർഫെക്റ്റ് ആയിരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ മറ്റ് ബ്ലോക്ക് ചെയിൻ പോലെ തന്നെ CRC10, CRC20, CRC721 അല്ലെങ്കിൽ CRC1400 ഇതുപോലെയുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണെന്നും അതിൽ എന്തൊക്കെ ഫെസിലിറ്റി ചെയ്യാൻ പറ്റുന്നു, ടോക്കൺസ് ഉണ്ടാക്കാം, NFTs ഉണ്ടാക്കാൻ പറ്റും, സ്മാർട്ട് കോൺട്രാക്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാനല്ല, ഈ കമ്പനിയല്ല, നിങ്ങളോട് സംസാരിച്ച ലീഡറും അല്ല പറയുന്നത്, ChatGPT ആണ്. ഇനി ഒരു പക്ഷേ ഒരു AI തെറ്റുപറ്റിയതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ AI കൂടി ഒന്ന് പരിശോധിക്കാം. ഇത് പെർപ്ലെക്സിറ്റി ആണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മിറാക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന പെർപ്ലെക്സിറ്റി, ഇന്ത്യയിൽ നിന്നുള്ള ലോകം മുഴുവനും ഏറ്റവും വലിയ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് പെർപ്ലെക്സിറ്റി.
നമുക്ക് അവിടെ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി എടുത്തു വെച്ചതല്ല, ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ അത് സെർച്ച് ചെയ്ത് കാണിക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ പഠിക്കുക, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ നേരെ പ്രസന്റേഷന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ആരാണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പിലേക്ക് കടത്തി വെക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പ്രാപ്തമായ രീതിയിലേക്ക് നൽകുന്നത്? അത് വേജസ് ഗ്രൂപ്പാണ്. വേജസ് ഗ്രൂപ്പ് ഏകദേശം 17ഓളം രാജ്യങ്ങളിൽ ഓഫീസിട്ട് 50 രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ബിസിനസ് കോർപ്പറേറ്റ് കമ്പനിയാണ്. അവരുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഫിസിക്കൽ ഗോൾഡിന്റെ ബിസിനസ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്രിപ്റ്റോയും NFT-യും ഫോറക്സും ടൂറിസം മേഖലയും ഹോസ്പിറ്റാലിറ്റിയും എല്ലാം റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആയിട്ട് നിരവധി മേഖലകളിലായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന കോർപ്പറേറ്റ് കമ്പനിയാണ് വേജസ് ഗ്രൂപ്പ്. ഓക്കെ, ഇവർക്ക് അതോടൊപ്പം തന്നെ വേജസ് എക്സ്ചേഞ്ചും ഉണ്ട്. ഏകദേശം 3ഓളം ഭൂഖണ്ഡങ്ങൾ അവർക്ക് ബിസിനസ് വളർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട്. ഇതിന്റെ ഒന്നുകൂടെ എക്സ്പാൻഡ് ആയ രൂപമാണ് ഗോൾഡിന്റെ ബിസിനസ് ഉണ്ട്. അത് ആഫ്രിക്കയിൽ നിന്നുള്ള മൈനുകളിൽ നിൽക്കുന്ന ഗോൾഡ് റിഫൈൻ ചെയ്ത ശേഷം ദുബായ് മാർക്കറ്റിലും അതുപോലെ തന്നെ ഏകദേശം 33 രാജ്യങ്ങളിലെ ബാങ്കുകൾക്ക്, നാഷണൽ ബാങ്കുകൾക്കാണ് സപ്ലയേഴ്സ് ആണ്. അല്ലാതെ ഒരു ജ്വല്ലറിക്കോ ഒരു വ്യക്തിക്കോ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ കച്ചവടക്കാരല്ല ഈ കമ്പനി. ഒപ്പം നമുക്ക് ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാം നമുക്ക് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ NFT ട്രേഡ് മാർക്കറ്റ് പ്രൈസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും ലാഭം തരുന്ന മറ്റൊരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇന്ന് ഏകദേശം 3ഓളം ഭൂഖണ്ഡങ്ങളിൽ ഇവർക്ക് റിയൽ എസ്റ്റേറ്റിലും സജീവ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ എവിടെയൊക്കെ ഫോറക്സ് ട്രേഡ് റെഗുലേറ്റഡ് ആണോ അവിടെയൊക്കെ ലൈസൻസോട് കൂടിയാണ് ഫോറക്സിന്റെ വേജസിന്റെ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്ത ഉണ്ടാവും, ഇത്രയൊക്കെ ബിസിനസ് മേഖലയുള്ള ഒരു കമ്പനി എന്തുകൊണ്ടാണ് പുതിയൊരു ആശയമായിട്ട് നമ്മുടെ മുമ്പോട്ട് വരുന്നത്? നമുക്കറിയാം, ഈ വ്യക്തിയെ ഒരുപക്ഷെ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കാം, വയനാട്ടുകാരൻ മുസ്തഫ. നമ്മളൊക്കെ വീട്ടില് എല്ലാ സ്ത്രീകൾക്കും ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയാം. എല്ലാ വീട്ടിലും ഇഡ്ഡലി ചെമ്പും ഉണ്ടാവും. ഇഡ്ഡലി കഴിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ ഭട്ടന്മാരാണ്. അതുകൊണ്ട് നമ്മൾ ആര്യാസോ ആര്യഭവനിലോ പോകും. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മയോ ആര്യാസോ ആര്യഭവനോ അതും അല്ലെങ്കിൽ ഭട്ടന്മാരോ അല്ല ഇഡ്ഡലി വിറ്റ് കാശുണ്ടാക്കിയത് വയനാട്ടുകാരൻ PC മുസ്തഫയാണ്. ഇന്ന് അയാളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1200 കോടിയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ മുമ്പിലുള്ള സാധ്യത എന്ന് പറയുന്നത് നമ്മൾ എന്ത് വിൽക്കുന്നു, ഏത് ബിസിനസ് ഏർപ്പെടുന്നു എന്നൊന്നും ആശ്രയിച്ചല്ല, ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നോ ഇഡ്ഡലിയുള്ള ഇൻഗ്രീഡിയൻസോ ഒന്നുമല്ല, ആ ഉൽപ്പന്നത്തെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതാണ്. മുസ്തഫയ്ക്ക് അത് ഡിജിറ്റൽ മേഖലയിലൂടെ അല്ലെങ്കിൽ ടെക്നോളജി സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റിയപ്പോൾ 1200 കോടി രൂപ വാർഷിക വരുമാനം നേടാൻ സാധിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം വ്യത്യസ്തമായ ഒരു ഇന്നോവേഷൻ ഉണ്ടാക്കിയത് കൊണ്ടോ പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയതുകൊണ്ടല്ല, എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന, ദിവസം പ്രതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഉൽപ്പന്നം കൊണ്ട് തന്നെ അയാൾക്ക് മിറാക്കിൾസ് ഉണ്ടാക്കാൻ സാധിച്ചു. വീണ്ടും ഞാൻ പറയുന്നു, ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് നമുക്കറിയാവുന്ന എറണാകുളത്ത് നിന്നുള്ള ഫ്രഷ് ടു ഹോമാണ്. ഒരുപക്ഷെ നമ്മളിന്ന് കാണുന്ന നമ്മുടെ ഓരോ ടൗൺഷിപ്പിലും കാണുന്ന മീൻ തട്ടുകൾ, അവരും മീൻ വിൽക്കുകയാണ്. നമ്മൾ പോയി സെലക്ട് ചെയ്ത് വാങ്ങുന്നു. അതേ പ്രവൃത്തി ഇന്റർനെറ്റിന് സഹായത്തോടുകൂടി നമ്മുടെ ഡിവൈസ് വഴി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആ ഫ്രഷ് ആയിട്ട് മീൻ എത്തിച്ചു തരാമെന്ന ഒരു പുതിയ ആശയത്തിലൂടെ ഈ മീൻ കച്ചവടക്കാരൻ ഉണ്ടാക്കുന്നതും ആയിരക്കണക്കിന് കോടി രൂപയാണ്. അപ്പോ നമ്മൾ ഇറങ്ങുന്ന മേഖലയുടെ പുതുമകളോ അല്ലെങ്കിൽ വ്യത്യസ്തതകളോ അല്ല, അത് നമ്മൾ അവലംബിക്കുന്ന ആ മാർക്കറ്റിംഗ് രീതികളാണ് ആ ബിസിനസ്സിനെ ഏറ്റവും യൂണീക്ക് ആക്കുന്ന വിജയിക്കുന്നത്. ഇതുപോലെ തന്നെ ട്രഡീഷണൽ മേഖലയിൽ നിന്ന് വളരെ വലിയ തോതിൽ വളർന്ന് ലക്ഷക്കണക്കിന് കോടി സമ്പാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്രയും അസറ്റ് സമ്പാദിച്ചിട്ടുള്ള ഈ ഒരു കമ്പനി ഈ പുതിയ ടെക്നോളജിയിലേക്ക് വരാൻ കാരണം, ഈ ടെക്നോളജിയിലേക്ക് വന്നാൽ ഈ കഴിഞ്ഞ 10-20 വർഷങ്ങളിൽ സമ്പാദിച്ച എത്രയാവട്ടെ അതിന്റെ 10 മടങ്ങ് സമ്പാദിക്കാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ്. അപ്പോ ഇത്ര നാളും നമ്മൾ സംസാരിച്ച ഈ ഒരു പ്രോജക്റ്റ് അവര് ട്രഡീഷണൽ ബിസിനസ്സിലൂടെ 10 രാജ്യങ്ങളായിട്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടി സമ്പാദിച്ച് അത്രയും അസറ്റ് ക്രിയേറ്റുള്ള കമ്പനി പുതിയൊരു ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരും. ഇതൊക്കെ നമ്മൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടും പ്രൊഫൈലായിട്ട് ബന്ധപ്പെട്ടും അതിന്റെ സാങ്കേതികതയും പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചെങ്കിൽ ഇവിടെ നമ്മുടെ റോൾ എന്താണ്, നമുക്ക് എന്താണ് കിട്ടുക, ഇതറിയാനാണല്ലോ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത്. അല്ല കമ്പനി ഒന്നാവാനും കമ്പനി കാശുണ്ടാക്കാനല്ലല്ലോ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊജക്ടിന്റെ ഭാഗമാവാൻ
ഈ ബ്ലോക്ക് ചെയിന്റെ ഭാഗമാകാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രിക്ക് ആണെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് വെച്ച് കളിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ഡോജ് എന്ന ടോക്കൺ ഉണ്ട്. നിങ്ങൾക്ക് $5 കൊണ്ടോ $10 കൊണ്ടോ നിങ്ങൾക്കൊരു ലോട്ടറി എടുത്തുകൊണ്ട് ഈ ബ്ലോക്ക് ചെയിന്റെ ഭാഗമാകാൻ പറ്റും. അതല്ലേ NFT വാങ്ങിച്ചുകൊണ്ടും ഇവരുടെ എക്സ്ചേഞ്ച് വരാൻ പോകുന്നു, അവിടെ നമുക്ക് ട്രേഡ് ചെയ്തുകൊണ്ടൊക്കെ ഭാഗമാകാം. എന്നാൽ ഇതൊന്നുമല്ലാതെ ഈ കമ്പനിയുടെ മദർ പ്രോജക്റ്റിലേക്ക് ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ VC ആയിട്ട് പങ്കെടുത്തുകൊണ്ട് അതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് നമുക്ക് ഇതിലേക്ക് പങ്കെടുക്കാം. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ 0.5% വീതം 400 ദിവസം കൊണ്ട് അത് 2x ആയിട്ട് തിരിച്ചു കിട്ടും, അഥവാ അത് ഡബിൾ ആയിട്ട് തിരിച്ചു കിട്ടും. ഒന്നുകൂടെ വ്യക്തത പറയുകയാണെങ്കിൽ ഒരു വ്യക്തി 1 ലക്ഷം രൂപ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ആയിരിക്കാം. ആ തുക ഈ പറഞ്ഞ 400 ദിവസം എന്ന് പറയുമ്പോൾ 13 മാസം, ഈ 13 മാസം കൊണ്ട് അത് നേരെ ഇരട്ടി, അത് 1 ലക്ഷമാണെങ്കിൽ 2 ലക്ഷമായിട്ട്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയാണെങ്കിൽ 20 ലക്ഷമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതിന്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഒരു മാസം 15% വീതം 13 മാസം കൊണ്ട് അദ്ദേഹത്തിന് അത് ഡബിൾ ആയിട്ട് തിരിച്ചു കിട്ടും. ഇവിടെ കാണിച്ചിരിക്കുന്ന ചാർട്ട് ഒരു ജനുവരിയിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ജനുവരി മുതൽ ഡിസംബർ വരെ 12 മാസം, 13ാമത്തെ മാസം അടുത്ത വർഷത്തെ ജനുവരി, ഈ പീരീഡ് കൊണ്ട് ഈ വർഷം ജനുവരി മുതൽ അടുത്ത വർഷത്തെ ജനുവരി കൊണ്ട് അവർക്ക് ആ തുക മാസം തോറും ആവറേജ് 15% വീതം അവർക്ക് ഡബിൾ ആയിട്ട് തിരിച്ചു കിട്ടും. അത് ഇൻക്ലൂഡിങ് ക്യാപിറ്റലാണ്. നമുക്ക് മുതലും ലാഭവും ചേർത്തിട്ടാണ് അത്രയും തുക നമുക്ക് ലഭിച്ചു കിട്ടുക. ഓക്കെ, എന്നാൽ ഇതിനല്ല നമ്മൾ വരുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടെക്നോളജിയുടെ ഭാഗമാവാൻ, അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടിയ ആ തുക അതിന്റെ ഇരട്ടിയായിട്ട് കിട്ടുന്നതോടൊപ്പം തന്നെ അത് ഗ്യാരണ്ടീഡ് കിട്ടാനായിട്ട് നമുക്ക് 2x കിട്ടുന്നതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ നേറ്റീവ് കറൻസി, നേരത്തെ സൂചിപ്പിച്ച ബിറ്റ്കോയിൻ, എത്തേറിയം, BNB പോലുള്ള നേറ്റീവ് കറൻസി ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടും. ഓരോ തവണ നമ്മുടെ പണം വിഡ്രോ ചെയ്യുമ്പോഴും അതിന്റെ ഒരു 5% വീതം എയർ ഡ്രോപ്പ് ആയിട്ട് നമുക്ക് മോസ്കോയിൻ എന്ന് പറഞ്ഞ ഈ ക്രിപ്റ്റോ കറൻസി, അതല്ലെങ്കിൽ ഈ ബ്ലോക്ക് ചെയിന്റെ നേറ്റീവ് കോയിൻ നമുക്ക് ലഭിക്കുന്നു. ഇന്ന് അതിന്റെ വില എന്ന് പറയുന്നത് 30 രൂപയാണ്. കമ്പനി പ്രൊഡിക്റ്റ് ചെയ്യുന്നത് 5 വർഷം കൊണ്ട് 1 ലക്ഷം രൂപയാണ്. അതൊന്നും വേണം, അതിന്റെ 1%, അങ്ങനെയെങ്കിൽ 1000 രൂപ. 30 രൂപയിൽ നിന്ന് 1000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും 33 ഇരട്ടിയാണ്. നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് 2 ലക്ഷം കിട്ടി. ഒപ്പം നമുക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പിലൂടെ കിട്ടുന്ന കോയിന്റെ ഗ്രോത്തിലൂടെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ലാഭം എത്രയാണ്? അതൊരു പക്ഷേ 10 ഇരട്ടിയോ 30 ഇരട്ടിയോ ആയി മാറും. പക്ഷെ അതെത്രയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിന് അടിസ്ഥാനമാക്കിയ ബിറ്റ് കോയിൻ വാങ്ങിച്ചത് 2010 2009 അടുത്ത മാസമോ 6 മാസം കഴിയുമ്പോൾ വിറ്റവർക്ക് അതിൽ ഇപ്പൊ കിട്ടുന്ന ലാഭം കിട്ടിയിട്ടില്ല. 15 വർഷമോ 16 വർഷമോ വെയിറ്റ് ചെയ്തതിന്റെ അത്രയും കാലം അവർ കാത്തിരുന്നതിന് ആ ക്ഷമയ്ക്കാണ് ഇത്രത്തെ റിവാർഡ് കിട്ടിയുള്ളത്. ഇതുപോലെ തന്നെ മോസ്കോയിലും ചിലപ്പോൾ 2 വർഷമോ 5 വർഷമോ വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും കമ്പനി പ്രൊഡിക്റ്റ് ചെയ്യുന്നത് പോലെ 1 ലക്ഷം രൂപ എത്തുന്നത്. അത് നമ്മുടെ ഭാഗ്യം. അപ്പോ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക 2x ആയിട്ട് കിട്ടുന്നു, ഗ്യാരണ്ടീഡ്. ഒപ്പം അവർക്ക് ഈ കോയിനിലൂടെ പല മടങ്ങായിട്ട് ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനത് മറ്റൊരാളോട് ഷെയർ ചെയ്താൽ എനിക്ക് എന്താ ബെനിഫിറ്റ്? സ്വാഭാവികമായിട്ട് അടുത്ത ഒരാളുടെ ചിന്ത അവിടെ ആയിരിക്കും. നമുക്ക് കാര്യം നോക്കാം. ഏതൊരു ബിസിനസ്സിലും അതിനകത്ത് റെഫറൽ സിസ്റ്റം അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഭൂമി വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വീട് വാങ്ങാൻ പോകുമ്പോൾ എന്നെ ആ പ്രോപ്പർട്ടി കൊണ്ട് പരിചയപ്പെടുത്തുന്ന ബ്രോക്കർക്ക് അതിന് കമ്മീഷൻ അർഹതയുണ്ട്. അത് ലൈസൻസും നിയമപരമാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കും ഈ ബിസിനസ് നല്ലതാണ് എങ്കിൽ മറ്റൊരാളെ പരിചയപ്പെടുത്താം. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു അഫിലിയേറ്റ് കമ്മീഷൻ അഥവാ റെഫറൽ കമ്മീഷൻ ഉണ്ട്. അത് നമുക്ക് സ്ലാബ് സിസ്റ്റത്തിലൂടെയാണ്. $100 മുതൽ $5000 വരെയാണ് ഞാൻ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ കൊണ്ടുവരുന്ന എനിക്ക് 5%, എന്നെ കൊണ്ടുവന്ന എന്റെ ഇൻവെസ്റ്റർക്ക് 1% കിട്ടും, 2 ലെവലുകളായിട്ട്. എന്നാൽ ഞാൻ ഷെയർ ചെയ്ത അല്ലെങ്കിൽ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയ ആ കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നത് ഒരു $5050 $10000 ഉള്ളിലുള്ള എമൗണ്ട് ആണെങ്കിൽ എനിക്ക് 7% എന്നെ കൊണ്ടുവന്ന ആൾക്ക് 2% കിട്ടും. ഇനി അദ്ദേഹം വാങ്ങുന്ന കുറച്ചുകൂടി വലിയ എമൗണ്ട് ആണ്, 10050 മുതൽ 15000 വരെ ആണെങ്കിൽ 10% എനിക്ക് കിട്ടും, എന്നെ കൊണ്ടുവന്ന ആൾക്ക് 3% കിട്ടും. ഇനി 15050നും 50000 ഇടയ്ക്കാണെങ്കിൽ 15% മുതൽ തൊട്ട് മുകളിൽ നിൽക്കുന്ന എനിക്ക് അല്ലെങ്കിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തവർക്ക് 3.5% ലഭിക്കും. $50000 കൂടുതലാണെങ്കിൽ 20%. അങ്ങനെ നേരിട്ട് കൊണ്ടുവരുമ്പോൾ സ്ലാബ് അനുസരിച്ച് 5% മുതൽ 20% വരെ റെഫറൽ കമ്മീഷൻ കിട്ടുന്നു.
തൊട്ട് മുകളിൽ നിൽക്കുന്ന ആൾക്ക് 1% മുതൽ 3% വരെ കമ്മീഷൻ കിട്ടും. എന്നാൽ ഇതിന്റെ കീ ഫീച്ചർ അല്ലെങ്കിൽ കീ വരുമാനം എന്ന് പറഞ്ഞാൽ ഇതല്ല. ഇതിന് കരിയർ പ്ലാൻ ആയിട്ടാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ഒരു കരിയർ എന്ന് പറയുമ്പോൾ അറിയാം, നമ്മുടെ കാലങ്ങളോളം തലമുറകളോളം വരുമാനം തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കരിയർ എന്ന് പറയുക. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കീ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ്. ഒരു വ്യക്തി ഒരു പക്ഷേ ഈ ബിസിനസ് കേട്ടപ്പോൾ 5 ലക്ഷമോ 10 ലക്ഷമോ 50 ലക്ഷമോ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നല്ലൊരു മനസ്സുണ്ട്, വർക്ക് ചെയ്യണം, വരുമാനം ഉണ്ടാക്കണം, ഈ ടെക്നോളജി പഠിക്കണം, ഇതിൽ സമ്പാദിക്കണം എന്ന മനസ്സുണ്ടായ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഒരു $100 ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാവാൻ വന്നത് 5 ലക്ഷമോ 10 ലക്ഷമോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ എനിക്കിത് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ ആ വ്യക്തിക്ക് കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞ 2x അതിന്റെ കോയിനും ഒക്കെ അവർക്ക് കൊടുത്തോളും. നമുക്ക് ആ തുക 100% ലെവൽ കമ്മീഷനായിട്ട് കിട്ടും. 750 ദിവസം കൊണ്ടാണെന്ന് മാത്രം. അങ്ങനെയെങ്കിൽ ഞാൻ പോയി സംസാരിക്കുമ്പോൾ എന്റെ സുഹൃത്ത് അദ്ദേഹം ഒരു പക്ഷേ ഒരു 10 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ എനിക്ക് സ്പോട്ട് കമ്മീഷൻ 1 ലക്ഷം രൂപയും കിട്ടും, ഈ 10 ലക്ഷം രൂപ 750 ദിവസം കിട്ടും. അപ്പൊ മൊത്തം ഞാൻ എടുത്ത റിസ്കിന് എനിക്ക് 110% റിവാർഡ് കിട്ടുന്നു. 10 ലക്ഷത്തിന് 11 ലക്ഷം. ഇത്രയും നല്ല ഒരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഇതുവരെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അവിടെ നിൽക്കുന്നില്ല. ഒരു 10 കസ്റ്റമറോട് ഞാൻ പറഞ്ഞപ്പോൾ 10 കസ്റ്റമറും ചേർന്ന് ഒരു 50 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ എനിക്ക് 50 ലക്ഷം രൂപ എന്റെ അസറ്റായി മാറുന്നു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷെ എന്റെ ഡ്രീം ഒരു വീട് വെക്കാനും അല്ലെങ്കിൽ എൻ്റെ ഒരു കുട്ടിയുടെ വിവാഹമോ വിദ്യാഭ്യാസമോ ഒക്കെ ആവാം. അതുമല്ലെങ്കിൽ ഒരു പക്ഷെ പല കടങ്ങളും കഷ്ടപ്പാടിലായിരിക്കും ഞാനുള്ളത്. എന്റെ ബാധ്യത എത്രയാണോ അതിന് ഉതകുന്ന ബിസിനസ് ഞാൻ ഇവിടെ കൊണ്ടുവന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിന് എന്റെ പ്രതിസന്ധികൾ തീർക്കാൻ സാധിക്കും. ഇനി അവിടെയും അത് സാധിച്ചില്ല എന്നിരിക്കട്ടെ, ഞാൻ നേരിട്ട് കൊണ്ടുവന്ന വ്യക്തിയും എന്നെ പോലെ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ കഴിയാത്ത വ്യക്തിയായി, എന്നാൽ അവരും എന്നെ പോലെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളാവട്ടെ. അങ്ങനെയെങ്കിൽ എനിക്ക് പകരം അയാൾ ബിസിനസ് ചെയ്യുകയും അയാൾക്ക് 1 കോടി ബിസിനസ് കൊണ്ടുവന്നാൽ അയാൾക്ക് അതിന്റെ 10% സ്പോട്ട് കമ്മീഷനും ഒപ്പം ആ 1 കോടി രൂപ അയാൾക്ക് 750 ദിവസം കിട്ടും. എന്നാൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന കാരണം കൊണ്ട് ആ 1 കോടിയുടെ 3.5% കമ്മീഷൻ എനിക്ക് കിട്ടുന്നു, റെഫറൽ കമ്മീഷൻ കിട്ടുന്നു. കൂടാതെ ലെവൽ കമ്മീഷൻ ആയിട്ട് സെക്കൻഡ് ലെവലിൽ നിന്ന് എനിക്ക് 40% കിട്ടും. ഓക്കെ, അപ്പൊ നേരിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ എനിക്ക് ഇതിലേക്ക് റെഫർ ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സ്പോൺസർ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാം. അതും അല്ലെങ്കിൽ ഒരു വർക്കറെ, പ്രവർത്തിക്കാൻ ശേഷിയുള്ള മനസ്സുള്ള ഒരാളെ കൊണ്ടുവന്നാലും വരുമാനം ഉണ്ടാക്കാം. ഓക്കെ, തുടർന്ന് അങ്ങോട്ടേക്ക് 3ാമത്തെ ലെവൽ നമുക്ക് 20%, 4ാമത്തെ ലെവൽ 10%, 5ാമത്തെ ലെവൽ 7%, 6 മുതൽ 10 വരെ 5%. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ശതമാനം പറയുന്നത് കസ്റ്റമർക്ക് ഡെയിലി കിട്ടുന്ന ROI അല്ല, പകരം അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിലെയാണ്. 11ാമത്തെ ലെവൽ മുതൽ 15ാമത്തെ വരെ 3%, 16 മുതൽ 20 വരെ 1%. അങ്ങനെ മൊത്തം 20 ലെവലുകളിൽ നമുക്ക് വരുമാനം ലഭിക്കുന്നു. ഈ ബിസിനസ് ചെയ്തു, റെഫറൽ കമ്മീഷൻ കിട്ടി, ലെവൽ കമ്മീഷൻ കിട്ടി, സ്വാഭാവികമായിട്ട് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു $10,000 ബിസിനസ് മാച്ചിങ് വന്നാൽ എനിക്ക് 1ാമത്തെ റാങ്ക് അനലിസ്റ്റ് റാങ്ക് ലഭിക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് $1,000 എലിജിബിലിറ്റി ഉണ്ട്. അത് 3 ഗഡുക്കളായിട്ട് നമുക്ക് തരും. $300, $350, വീണ്ടും $350. അങ്ങനെ അനലിസ്റ്റ് റാങ്കില് നമുക്ക് നിലവിലുള്ള റെഫറൽ കമ്മീഷനും നമുക്ക് ലെവൽ കമ്മീഷനും കൂടാതെ ഒരു $1,000 കൂടി റിവാർഡായിട്ട് ലഭിക്കുന്നു. ഓക്കെ, അടുത്ത റാങ്ക് എന്ന് പറയുന്നത് നാവിഗേറ്റർ ആണ്. അവിടെ നമുക്ക് കിട്ടുന്നത് $1,500 റിവാർഡാണ്. നേരത്തെ പറഞ്ഞ 1000 കൂടാതെ 1500. ഇവിടെ നമ്മളുടെ ബിസിനസ് വോളിയം എന്ന് പറയുന്നത് $40,000 മാച്ചിങ് ആണ്. ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ച $1,500 3 ഗഡുക്കളായിട്ട് ലഭിക്കുന്നു. ഇനി ഞാൻ റാങ്കിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം ഇതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ പറയാനുണ്ട് മുമ്പോട്ട്. അതുകൊണ്ട് അടുത്ത റാങ്കിന് പേര് ട്രേഡർ, പിന്നെ കമാൻഡർ, ഓക്കെ, തുടർന്ന് ചാമ്പ്യൻ, അതല്ലെങ്കിൽ ഐക്കൺ വരെ നമുക്ക് എത്താനുള്ള അവസരമുണ്ട്. ക്യാപ്റ്റൻ എന്നുള്ള റാങ്ക് എത്തുന്നതോടുകൂടി നമുക്കിവിടെ പെർമനന്റ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നു. $2,000 മാസം, അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് $10,000 മാസം ലഭിക്കുന്നു. തുടർന്ന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് റാങ്കിൽ എത്തുമ്പോൾ ഐക്കണിലെത്തുമ്പോൾ 1 ടൈം റിവാർഡ് $5 ലക്ഷം, കൂടാതെ നമുക്ക് മാസം $50,000 മന്ത്ലി സാലറി ലഭിക്കും. അപ്പോ
ഇത്തരത്തിലുള്ള റാങ്കിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എത്തുന്നത് സ്വാഭാവികമായിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും കഴിവുള്ള ജനങ്ങളെ നയിക്കാൻ ശേഷിയുള്ള ലീഡേഴ്സും അതല്ലെങ്കിൽ ക്രൗഡ് പുൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഈ കമ്പനി നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന മറ്റൊരു ഏറ്റവും അഭിമാനപൂർവ്വമായിട്ടുള്ള ഒരു ഓഫറാണ് MCA, മോസ്റ്റ് കോർപ്പറേറ്റ് അച്ചീവ്മെന്റ് എന്ന് പറയും. ഇതെത്താനായിട്ട് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ റാങ്ക്, നാവിഗേറ്റർ റാങ്ക് മാത്രം എത്തിയാൽ മതി. നമ്മൾ നാവിഗേറ്റർ റാങ്ക് എത്തുകയും ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മേമെന്നുള്ള റാങ്ക് എത്താൻ പറ്റും. അവിടെ നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 60% പ്രോഫിറ്റ് ഷെയർ ലഭിക്കുന്നു. സാധാരണ ഏതൊരു ബിസിനസ്സിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് ലാഭം കിട്ടുന്നു, അതല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ ബിസിനസ് ഷെയർ ചെയ്യുമ്പോൾ കമ്മീഷൻ കിട്ടുന്നു, റാങ്ക് റിവാർഡ് കിട്ടുന്നു. ഒരിക്കലും കമ്പനിയുടെ ഷെയറോ അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ്സിന്റെ പാർട്ട് ആവാനോ അതിന്റെ ഒരു ബിസിനസ് ഓണർഷിപ്പിനോ ഒന്നും അവകാശമില്ല. എന്നാൽ ഈ കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നത് അതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കരിയർ എന്ന വാക്ക് ഉപയോഗിച്ചത്. ഒരു പക്ഷേ ഈ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം 1 വർഷം 2 വർഷം 3 വർഷം കൊണ്ട് അവസാനിച്ചേക്കാം. അവർക്ക് ആവശ്യമുള്ള കമ്മ്യൂണിറ്റി വന്ന് നിർത്തിയേക്കാം. ഈ MCA റാങ്ക് എത്തിയ ഏതൊരു വ്യക്തിക്കും ഈ കമ്പനി ഉള്ളിടത്തോളം കാലം ഈ പ്രോഫിറ്റിന് ഷെയർ ലഭിക്കും. തുടർന്ന് നമുക്ക് ദുബായിൽ ഗോൾഡൻ വിസയും 3 BHK ലക്ഷറി അപ്പാർട്ട്മെന്റും അങ്ങനെ നിരവധി അവസരങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇത് വെറും ഒരു ബ്രോഷറിലൂടെ കാണിക്കുകയോ അതല്ലെങ്കിൽ ഒരു സൂമിലൂടെ പറയുന്ന വാക്കുകളല്ല. ഈ കമ്പനി നമുക്കത് റിട്ടേൺ എഗ്രിമെന്റ് ആയി നോട്ടറി അഡ്വക്കേറ്റിന് വെച്ച് ഒരു കോൺട്രാക്ട് ചെയ്തിട്ടാണ് അതിന് നമ്മളെ എലിജിബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു പൊസിഷനിലേക്ക് ഏറ്റെടുക്കുന്നത്. അതിനർത്ഥം ഇത്രയും വലിയ 70 രാജ്യങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ ആവാൻ അല്ലെങ്കിൽ ബിസിനസിന്റെ പാർട്ട്ണർ ആവാനുള്ള അവസരമാണ് നമുക്ക് ഓരോരുത്തർക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എവിടെ നിന്നൊക്കെയാണ് വരുമാനം കിട്ടുക? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഗോൾഡ് മൈനിങ്ങിനെ കുറിച്ചും അതിന്റെ സെല്ലിനെ കുറിച്ചും ഒക്കെ. ഇത് ഓൺലൈൻ ട്രേഡ് അല്ല, പകരം ഫിസിക്കൽ ആയിട്ടുള്ള ഗോൾഡിന്റെ സപ്ലൈസ് ആണ് ഇവര്. ഞാൻ നേരത്തെ പറഞ്ഞു 33 രാജ്യങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന സപ്ലൈസ് ആണ്. നോർമലി ഈ മാസം 2000-3000 കിലോ ഗോൾഡ് ആണ് ഡീൽ ചെയ്യുന്നത്. ഒരു കണക്കൂട്ടാണ് എളുപ്പത്തിന് 1000 കിലോ എന്ന് മാസം ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ 1000 കിലോ ഡീൽ ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ ChatGPT പോയി ചെക്ക് ചെയ്യാം എത്ര വരുമാനം കിട്ടുമെന്ന്. റോ ഗോൾഡ് ആഫ്രിക്കയിൽ നിന്നെടുത്ത് ദുബായ് വിറ്റാൽ ആവറേജ് 15 മുതൽ 30%. അങ്ങനെയെങ്കിൽ ഒരു 20% കൂട്ടിയാൽ പോലും 1000 കിലോയ്ക്ക് ഒരു 200 കോടി രൂപ ലാഭം ഉണ്ടാകും. അതിന്റെ 40% MCAയിലേക്ക് മാറ്റിവെച്ചുള്ളത്. ഒരു മാസം 1000 കിലോ നടന്നാൽ പോലും നമുക്ക് ഒരു 100 കോടി രൂപ അവിടെ ഈ കമ്പനിയുടെ പാർട്ണർഷിപ്പിലേക്ക് വരുന്ന അതല്ലെങ്കിൽ ആ കോർ ടീമിലേക്ക് വരുന്ന ആർക്കും ലഭിച്ചിരിക്കും. എത്ര വ്യക്തികളോ അവർക്കായിട്ട് അത് ഷെയർ ചെയ്യപ്പെടും. ഇത് ഒരു ബിസിനസ് മാത്രമാണ് പറഞ്ഞത്. ബ്ലോക്ക് ചെയിൻ 100 പ്രോജക്റ്റ് വരുന്നു എന്ന് പറഞ്ഞു. അടുത്തൊരു വരുമാനമാണ് ഗോൾഡ് പറഞ്ഞത്. ഇനി മറ്റൊന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പേയ്മെന്റ് ഗേറ്റ് വേ. നിങ്ങൾ ആലോചിക്കുക, നമ്മളൊക്കെ ഓരോ ഹോം ടൗണിലും ഇന്ന് ബാങ്കുകളുടെ ATM പ്രവർത്തിക്കുന്നുണ്ട്. വല്ലപ്പോഴും ഒരാൾ പോയി പൈസ ഇടുന്നു, അല്ലെങ്കിൽ വല്ലപ്പോഴും ആരെങ്കിലും എടുക്കുന്നു. അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ ഫീസ് കൊണ്ടാണ്, സർവീസ് ചാർജ് കൊണ്ടാണ് ആ ATM പ്രവർത്തിക്കുന്നതെങ്കിൽ എത്രമാത്രം അവിടെ കമ്മീഷൻ ജനറേറ്റ് ആവുന്നതെന്ന് ആലോചിക്കുക. നഷ്ടത്തിന് ആരും ബിസിനസ് ചെയ്യില്ലല്ലോ. ഫെഡറൽ ബാങ്ക് ലക്ഷക്കണക്കിന് ATM പ്രവർത്തിപ്പിക്കുമ്പോൾ അത് നഷ്ടമാണെങ്കിൽ ബാങ്കിന് അതുകൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളെങ്കിൽ അത് പ്രവർത്തി ചെയ്യില്ല. ഇന്ന് ലോകവ്യാപകമായിട്ട് ക്രിപ്റ്റോ ഉപയോഗിച്ചുകൊണ്ട് ഒരു പേയ്മെന്റ് ഗേറ്റ് വരുമ്പോൾ അതിൽ നടക്കാൻ സാധ്യതയുള്ള ടേൺ ഓവറും അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വോള്യവും അതിന്റെ ലാഭവും നിങ്ങൾ മനസ്സിൽ കണക്കൂട്ടിയാൽ മതി. ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ച ഗോൾഡിനേക്കാളും അതല്ലെങ്കിൽ ക്രിപ്റ്റോ ഇൻഡസ്ട്രി മറ്റ് പ്രൊജക്ടുകളെക്കാളും ഒരുപക്ഷെ 1000 കോടി രൂപ ഓരോ മാസവും അവിടെ ജനറേറ്റ് ആയേക്കാം. തുടർന്ന് ഈ കമ്പനി 3 ഭൂഖണ്ഡങ്ങൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു. ആ ലാഭത്തിൽ നിന്നും നമുക്ക് ഒരു 40% ഈ പറഞ്ഞ MCA പൂളിലേക്ക് വരുന്നു. തുടർന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഡോജ് എന്ന് പറഞ്ഞ സൂപ്പർ ലോട്ടോ. ഇത് മലേഷ്യയിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ പ്രവർത്തിക്കുന്ന 2-3 വർഷം പ്രവർത്തിക്കുന്ന എക്കോസിസ്റ്റം എന്ന് തന്നെ പറയാം. അവർ ഇതുപോലെ തന്നെയുള്ള എക്കോസിസ്റ്റം. നമ്മളുടെ കമ്പനി പറഞ്ഞ പോലെ അവിടെ കമ്പനിയുണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, അവർക്ക് പ്രൊജക്ടുകളുണ്ട്, എക്കോസിസ്റ്റം ഉണ്ട്, ടോക്കൺ ഉണ്ട്. എന്നാൽ ഇന്ന് ഈ പ്രൊജക്ട് റൺ ചെയ്യുന്നത്
ക്ലബ് മോസിന്റെ ബ്ലോക്ക് ചെയിനിലാണ്. ഓരോ തവണ ഓരോ ആൾ ലോട്ടറി പർച്ചേസ് ചെയ്യുമ്പോഴും ബ്ലോക്ക് ചെയിനിൽ ട്രാൻസാക്ഷൻ കൂടുന്നു, മോസ്കോയുടെ വാല്യൂ വർദ്ധിക്കുന്നു. ഓരോ തവണയും ലോട്ടറി അടിക്കുമ്പോൾ അവിടെ ഇതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കൂടുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെയും ഹ്യൂജ് പ്രോഫിറ്റ് ജനറേറ്റ് ആവും. നമുക്കറിയാം ഇന്ന് ലോട്ടറി ഇൻഡസ്ട്രിയിൽ നമുക്ക് ലോട്ടറി അടിച്ചാൽ ലാഭം കിട്ടും, ഇല്ലെങ്കിൽ ആ കാശ് നഷ്ടപ്പെടും എന്നുള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ലോട്ടറി അടിച്ചാൽ നമുക്ക് ജാക്ക്പോട്ട് $5 മില്യൺ വരെ കിട്ടും. എന്നാൽ ലോട്ടറി അടിച്ചില്ലെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്ത തുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി കിട്ടുന്നുണ്ട് ഇവിടെ, ഡോജ്വിന്റെ ടോക്കൺസ്. ഓരോ പർച്ചേസിന് 20% ലിക്വിഡിറ്റിയിലേക്ക് ആടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കോയിന്റെ വില 10 മടങ്ങായിട്ട് വർദ്ധിക്കും. അങ്ങനെയെങ്കിൽ $5, $10, $100 ലോട്ടറി വാങ്ങിച്ച ഒരാൾക്ക് ലോട്ടറി അടിച്ചാൽ ജാക്ക്പോട്ട്, അടിച്ചില്ലെങ്കിലും 10-100 ഇരട്ടിയായിട്ട് ലാഭം ലഭിക്കും. ഇങ്ങനെ ഈ ലോട്ടറിയുടെ ചരിത്രത്തെ അല്ലെങ്കിൽ നമ്മളിതുവരെ കണ്ടിട്ടുള്ള ആശയങ്ങൾ മുഴുവൻ മാറ്റിമറിക്കുന്ന പ്രോജക്റ്റുകളാണ് ക്ലബ് മോസിന്റെ ബ്ലോക്ക് ചെയിനിൽ വരുന്നത്. അഗെയിൻ ഇന്ന് 10-17 രാജ്യങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു കാസിനോയായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അതിന്റെ ആക്ടിവിറ്റികളും നമ്മളെ ബ്ലോക്ക് ചെയിനിൽ വരാൻ പോവുകയാണ്. നമുക്കറിയാം ഗോവയിലെ കാസിനോ ഇന്ത്യ ഗവൺമെന്റ് ബഡ്ജറ്റിനേക്കാൾ വലുതാണ് അവിടുത്തെ ടേൺ ഓവർ. അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കാസിനോ ഗ്രൂപ്പിന്റെ ടേൺ ഓവർ എത്രയായിരിക്കും? അതിൽ നിന്ന് നമ്മുടെ ബ്ലോക്ക് ചെയിനിലേക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ MCAയിലേക്ക് വരാൻ സാധ്യതയുള്ള ആ പ്രോഫിറ്റ് ഡിവിഡൻഡ് ഷെയറിംഗ് എത്രയായിരിക്കും? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വ്യത്യസ്തമായ 100ഓളം പ്രൊജക്റ്റുകളിൽ നിന്നുള്ള വരുമാനത്തിന്റെ 40% നമ്മൾ ഈ കോർ ടീമിൽ എത്തിയാൽ കിട്ടാൻ പോകുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ പ്രൊജക്ട് കീ ഫീച്ചേഴ്സ്? ഇവിടെ നമുക്ക് 2x റിട്ടേൺ പ്ലാൻ ആണ്, നമുക്ക് 20 റഫറൽ, അതായത് 20 ലെവലുള്ള കമ്മീഷൻ കിട്ടാനുള്ള അവസരമുണ്ട്, സേഫ് ആൻഡ് സെക്യൂർ ഇൻവെസ്റ്റ്മെന്റ്. ഇതിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. എന്തുകൊണ്ടാണ്? ഇവിടെ ബാക്ക്ഡ് ബൈ ട്രഡീഷണൽ ബിസിനസ്. ഇന്ന് ലോക ചരിത്രത്തിൽ ക്രിപ്റ്റോ ഇൻഡസ്ട്രി ആരംഭിച്ചിട്ട് ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റിനും ട്രഡീഷണൽ ബിസിനസ്സിന് ബാക്കപ്പ് ഇല്ല. ടെക്നോളജി മാത്രം വിശ്വസിച്ച ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിൽ ഏർപ്പെടുന്നു. എന്നാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ട്രഡീഷണൽ ബിസിനസിന്റെ ബാക്കപ്പോടുകൂടി ലൈവ് ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ ഈ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ പേയ്മെന്റ് ഗേറ്റ് വേ അടക്കമുള്ള എല്ലാ സംവിധാനവും ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഇനി ഒരു ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റിനെ നമ്മൾ പരിശോധിക്കുന്നത് അതിന്റെ വൈറ്റ് പേപ്പറിനെയും റോഡ് മാപ്പിനെ അടിസ്ഥാനമാക്കിയാണ്. ഇവിടെ നമുക്ക് 2023 ഈ ബ്ലോക്ക് ചെയിൻ ആരംഭിച്ചത്. ആ സമയത്ത് അവർ പറഞ്ഞ ബ്ലോക്ക് ചെയിന്റെ രൂപീകരണ ആരംഭവും മോസ്കോവിന്റെ ഇനീഷ്യൽ ഫേസിലുള്ള നിർമ്മാണ കാര്യങ്ങൾ, പ്രക്രിയകൾ, അതുപോലെ എക്സ്പ്ലോറിന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ആയിരുന്നെങ്കിൽ 2024 ആയപ്പോഴേക്കും അതിനടുത്ത തലത്തിലേക്ക് കടക്കുകയും അവിടെ സ്വാപ്പ് സിസ്റ്റം എനേബിൾ ആയി. അതല്ലെങ്കിൽ അത് യൂട്ടിലിറ്റി പ്രോഗ്രാമുകൾ വന്നു, സ്മാർട്ട് കോൺട്രാക്ട് വന്നു, ഡെഫി പ്രോഗ്രാം വന്നു. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന 2025 വർഷത്തില് അതിനടുത്ത തലത്തിലേക്ക് കടന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ എക്കോ സിസ്റ്റത്തിന്റെ ഒരു പരിപൂർണതയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ 100ഓളം പ്രൊജക്റ്റുകളിലേക്ക് വരുന്നു. ഒപ്പം ഇതിൽ സ്റ്റേബിൾ കറൻസി USD മോസ് എന്ന് പറയുന്ന സ്റ്റേബിൾ കറൻസി വന്നു. ഗെയിമിംഗ് ഇൻഡസ്ട്രി, സൂപ്പർ ലോട്ടോ പോലുള്ള ഗെയിമിംഗ് ഇൻഡസ്ട്രികൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ഈ കമ്പനി പറഞ്ഞു നോക്കി നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2026 2027. അതിലൂടെ ശ്രദ്ധിക്കുക, ഇവിടെ 2 കാര്യങ്ങൾ ടിക്കറ്റ് ഉണ്ട്. ഒന്ന് നമുക്ക് ക്രിപ്റ്റോ ക്ലബുകളാണ്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ക്ലബുകളാണ്. ഓൾറെഡി നമ്മൾ ഇത്ര നേരം വിശദീകരിച്ച് പറഞ്ഞ MCA ഒരു ക്രിപ്റ്റോ ക്ലബാണ്. അപ്പൊ 2026 പറഞ്ഞ ക്രിപ്റ്റോ ക്ലബും ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം 2027 പറഞ്ഞിരിക്കുന്ന പേയ്മെന്റ് ഗേറ്റ് വേ അതും ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതിനർത്ഥം ഇന്ന് വരെ മറ്റൊരു പ്രൊജക്റ്റും ചെയ്യാത്ത രീതിയിൽ റോഡ് മാപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും അഡ്വാൻസ് ആയിട്ട് നടപ്പിലാക്കിക്കൊണ്ടാണ് ക്ലബ് മോസ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഇതിന്റെ എക്സ്പ്ലോറർ പരിശോധിക്കാം, ട്രേഡ് മോസിന്റെ സൈറ്റ് പരിശോധിക്കാം, ഇനിഷ്യൽ എക്സ്ചേഞ്ച് ഓഫർ പരിശോധിക്കാം, സ്വാപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. A to Z കാര്യങ്ങളോട് പരിശോധിക്കാൻ അവസരമുണ്ട്. അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒപ്പം നമുക്ക് യാത്രകൾ ചെയ്യാൻ പറ്റും, അറിവ് സമ്പാദിക്കാൻ പറ്റും. ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള, ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കാനുള്ള, അത് കൈകാര്യം ചെയ്യാനുള്ള ശേഷി കൂടെ ലഭിക്കുന്നു. തീർച്ചയായിട്ടും എന്റെ വാക്കുകളോട് നിർത്തുന്നു. താങ്ക് യു.